പൈസൻമാലി പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ മണ്ണിടിഞ്ഞും വെള്ളം കയറിയും വ്യാപക നാശനഷ്ടമുണ്ടായി. പ്രദേശത്തെ വിവിധ വീടുകൾ തകരുകയും വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു. 8-12 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നു. ബാക്കി ഭാഗം കൂടി ഇടിഞ്ഞാൽ 50ഓളം വീടുകൾ ഒറ്റപ്പെടും. പ്രദേശത്തെ പാലത്തിന്റെ കൈവരി പൂർണ്ണമായും തകർന്ന് അപകടാവസ്ഥ വർദ്ധിച്ചു. നിലവിൽ ആളുകൾ ജീവൻ പണയം വെച്ചാണ് ഇതുവഴി കടന്നുപോകുന്നത്. പൈസൻമാലി ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ മണ്ണിടിഞ്ഞും വെള്ളം കയറിയും നാശനഷ്ടങ്ങളുണ്ടായി. പൈസൻമാലി 8-ാം വാർഡിലെ ദേവീഭവൻ വീട്ടിൽ പശുപതി മഞ്ജുകുമാറിന്റെ വീട് തകർന്നു. കഴിഞ്ഞ രാത്രി 10 മണിയോടെ സമീപത്തെ വീടിന്റെ സംരക്ഷണ ഭിത്തിയിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചാണ് വീട് തകർന്നത്. ആ സമയത്ത് വീട്ടിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. பட்டைய காலத்து காற்று மழை வந்து பின்னாடி மாரசாமி கெட்டடம் கெட்டு இடிஞ்சு எங்கள் வீடு நஷ்டப்பட்டு போயிடுச்சு. இதை எம்எல்ஏமாரும் மந்திரிமாரும் ஏதாவது எங்களுக்கு ஒரு உபகாரம் செய்யணும். இதில் நாங்கள் தப்பிச்சு ஓடி രക്ഷപ്പെട്ടിട്ടோம். മറ്റ് ആളപായമില്ല. പശുപതിയുടെ വീടിനി താമസയോഗ്യമല്ല. പഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയെത്തി പ്രദേശത്ത് സന്ദർശനം നടത്തി സുരക്ഷിത സ്ഥലത്തേക്ക് മാറി താമസിക്കുവാൻ നിർദ്ദേശം നൽകി. ശക്തമായി തുടരുന്ന കാലവർഷക്കെടുതിയിൽ പൈസൻമാലി ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ മാടസ്വാമി എന്ന് പറയുന്ന ആളുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു പോവുകയും തൊട്ടടുത്തുള്ള മഞ്ജുകുമാർ എന്ന ആളുടെ വീട് പൂർണ്ണമായി നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. മാടസ്വാമിയുടെ വീടും അതുപോലെ തന്നെ അപകടാവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. തുടർന്ന് പിന്നെ അവരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് വളരെ സജീവമായി തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പൈസൻമാലി 8-ാം വാർഡിലെ പമ്പ് ഹൌസ് ഭാഗത്ത് തോട് കരകവിഞ്ഞൊഴുകി നിരവധി വീടുകളിൽ വെള്ളം കയറി. 3ഓളം വീടുകളിലാണ് ശക്തമായ മഴയെ തുടർന്ന് തോട് കരകവിഞ്ഞൊഴുകി വെള്ളം കയറിയത്. കുരിശിങ്കൽ, ബിജോ KJ, വേലപ്പൻ കുമ്പളാക്കൽ എന്നിവരുടെ വീടുകളിലാണ് വെള്ളം കയറിയത്. ഇവരെ മാറ്റിപ്പാർപ്പിച്ചു. പൈസൻമാലി 8-ാം വാർഡിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ മണ്ണിടിച്ചിലും രൂപപ്പെട്ടു. അപകടാവസ്ഥ നിലനിൽക്കുന്ന വീടുകളിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായും ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നതായും പൈസൻമാലി പഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ അറിയിച്ചു. പഞ്ചായത്തിലെ 7-ാം വാർഡിൽ ഇന്നലെ രാത്രി 11 ഉരുൾപൊട്ടി. അതോടൊപ്പം തന്നെ പമ്പ് ഹൗസിൽ 3-4 ആളുകളുടെ വീട്ടിലേക്ക് വെള്ളം കയറുകയും രാത്രി വെള്ളം കയറുകയും ചെയ്തു. അതിന് ഫലമായിട്ട് നമ്മൾ പഞ്ചായത്ത് കൊട്ടക്കാട് സ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചിട്ടുണ്ട്. പൈസൻമാലി പഞ്ചായത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും പഞ്ചായത്ത് ഓർഗനൈസേഷനുമായി നൽകിച്ചേക്കും. പൈസൻമാലി 8-12 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡ് തകർന്നു. 2 വാർഡുകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡിന്റെ അടിഭാഗത്തുനിന്നും മണ്ണിടിഞ്ഞതോടെ റോഡ് ഏതു നിമിഷവും പൂർണ്ണമായും തകർന്ന് വീടുകൾ ഒറ്റപ്പെടാവുന്ന അവസ്ഥയിലാണ്. അവശേഷിക്കുന്ന റോഡിന്റെ ഭാഗം കൂടി തകരുന്നതോടുകൂടി പ്രദേശത്തെ 50ഓളം വീടുകൾ ഒറ്റപ്പെട്ട സ്ഥിതിയിലാകും. അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ നിരവധി വീടുകളാണിവിടെ ഒറ്റപ്പെട്ടത്. നമ്മുടെ ഈ വഴി ഈ രീതി നഷ്ടപ്പെട്ടു പോയതാണ്. ഞങ്ങളിത് പരാതിയെല്ലാം കൊടുത്ത് ഇവരെല്ലാം ഒന്ന് നോക്കി ഞങ്ങൾക്ക് 28 ലക്ഷം രൂപ ഞങ്ങൾക്ക് ഈ റോഡിന് അനുവദിച്ചതാണ്. വന്ന് ഈ വഴി ഇവിടെ വന്നിട്ട് ഈ 28 ലക്ഷം രൂപയ്ക്ക് അനുവദിച്ച് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും സർക്കാരിൻ്റെ കളിയാൻ തോന്നുക. എങ്ങനെയാണോ ഈ പൈസ 1 കോടി രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ഇത് കൊടുത്തതാണ്. ഞങ്ങൾക്ക് ഏതാണേലും ഞങ്ങളുടെ വഴി ഇതാക്കി ഞങ്ങൾക്ക് കുറേ വീട്ടുകാരുണ്ട് ഞങ്ങളിവിടെ താമസിക്കുന്നവർ. ഞങ്ങൾക്ക് അങ്ങോട്ട് നടക്കണ്ടേ, ആ വഴി പോയാൽ അതിലവിടെ വഴിയില്ല. ഇതുള്ള ആകെപ്പാടെ ഒരു വഴി. ഇവിടെ ഇതിൻ്റെ പൊക്കത്ത് ഒരു കിണറാണ്. ഞങ്ങൾക്ക് ഈ വഴി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഉടമസ്ഥ ഞങ്ങൾക്ക് വഴിയും തരത്തില്ല, സ്ഥലമില്ല. പിന്നെ ഞങ്ങളുടെ അവരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ പഞ്ചായത്തുകാരോട് ഞങ്ങൾ പരാതി കൊടുക്കാനൊക്കെ ഇവരെല്ലാവരും ഞങ്ങൾ പറഞ്ഞതാണ്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കി തരും, അത്രേ ഉള്ളൂ. ശക്തമായ മഴയെ തുടർന്ന് ഒഴുക്ക് വർദ്ധിച്ചതോടെ പ്രദേശത്തെ പാലത്തിന്റെ കൈവരിയും തകർന്നു. പാലത്തിന്റെ കൈവരി തകർന്നതോടെ വലിയ അപകടാവസ്ഥയാണിവിടെ നിലകൊള്ളുന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, അടിമാലി.